സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായോ ഔട്ടായോ കൺഫേംഡ് ആണോ എന്താണ് സത്യാവസ്ഥ? 2-3 ദിവസങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ സിബിൻ്റെ പേരിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസും ചെയ്തിരുന്നു. എനിക്കെതിരെ കമൻറ്റ് കുഞ്ഞുങ്ങളുടെ വമ്പൻ ആക്രമണമാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സിബിൻ പുറത്തായി ഔട്ടായി എന്ന് കൺഫേംഡ് ആയിട്ട് ഇപ്പോൾ ഞാനും അറിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി പേര് വീഡിയോസ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, എനിക്കിപ്പോഴാണ് അത് അറിയാൻ പറ്റിയത്. സിബിൻ പുറത്തായി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിബിൻ കൊച്ചിയിലെ എയർപോർട്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. സിബിൻ ഔട്ടായി. ഇനി എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്? സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ പറയുന്നുണ്ട് ഓരോ ദിവസവും ഇടുന്ന സാധനങ്ങൾ ഓരോന്നാണല്ലോ എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു ദിവസം 10 മിനിറ്റ് എടുത്ത് പറയുന്ന കാര്യം വീണ്ടും എന്തിനാണ് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് 10 മിനിറ്റ് എടുത്ത് പറയുന്നത്? അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇനി വളരെ വേഗത്തിൽ നടന്ന സംഭവങ്ങളൊന്ന് പറയാം. എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞ സംഭവങ്ങൾ, സിബിന് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. ബിഗ് ബോസിനോട് സിബിന് ആവശ്യപ്പെടുകയാണ് പുറത്ത് നടന്ന സംഭവങ്ങൾ എനിക്ക് അറിയണം. അപ്പോൾ പറ്റില്ല എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അവസാനത്തിൽ കാണിച്ചു പുറത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് സിബിനെ അറിയിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നത് തെറ്റാണ്. എനിക്ക് വീണ്ടും അതൊന്ന് അലയ്ക്കാൻ വയ്യ. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിയുന്നു, നോറ അതിനകത്ത് അതുപോലെ അറിഞ്ഞതുപോലെ സംസാരിക്കുന്നു, ഈ പറഞ്ഞ പോലെ ജാസ്മിൻ അറിയുന്നു, സിജോ അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഇതെല്ലാം കേട്ട് ഇപ്പോൾ എനിക്ക് നല്ല ശീലമായി. ഞാൻ പറയുന്നത് എല്ലാവരും അറിയട്ടെ. ഇനിയിപ്പോൾ അതിന് വലിയ പുതുമയൊന്നും വെക്കട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ സംഭവം പുറത്ത് നടക്കുന്ന സംഭവം സിബിനെ അറിയിച്ചു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതിനെ തുടർന്ന് സിബിൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കയറാം, 2 ദിവസം എനിക്ക് പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ 2 ദിവസം കയറാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നീടാണ് ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ മോൾ ഷെയ്നും ഏഷ്യാനെറ്റും കൂടെ ഒരു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സിബിൻ വീട്ടിൽ കയറുമെന്നാണ് എനിക്ക് ഇന്നലെ അറിയാൻ പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത് 2 ദിവസത്തിനകത്ത് സിബിൻ വരും. ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് ഹൗസിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഈ മീറ്റിങ്ങിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അതാ എൻ്റെ മോൾ ഷെയ്ൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ വളരെ എന്താ പറയുക, അത്രയ്ക്കും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു 10 പേര് ഒരു കോൺഫറൻസ് ഹാളിൽ കൂടുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റത്തില്ല. ആ മീറ്റിങ്ങിൽ ഇനി എന്ത് ചെയ്തു എന്നറിയത്തില്ല. ഒരു പക്ഷേ പുറത്തെ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ ആയോ എന്ന് നമുക്കറിയില്ല. പുറത്തെ സംഭവങ്ങൾ കാണിച്ച ആളെ ഇനിയിപ്പോൾ തുടരാൻ സമ്മതിക്കണ്ട എന്ന് പറഞ്ഞോ എന്നറിയത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് പുറത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഡിസിഷൻ ചെയ്തതാണ്. ഇത്രയ്ക്കും വാശി പിടിച്ച് പുറത്തെ സംഭവങ്ങൾ കാണണം, എനിക്ക് മെൻ്റൽ ഡിപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞൊരാളെ വീണ്ടും ഷോയിലേക്ക് കൊണ്ടുവരണ്ട എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇജക്റ്റഡ് ആക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷേ ഈവൻ ഇജക്റ്റഡ് ആക്കിയതാണ് എങ്കിൽ പോലും വാക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞ സാധനമായിരിക്കും പുറത്ത് വരാൻ പോകുന്നത്. എനിക്കിനി താല്പര്യമില്ല, ക്വിറ്റാണ് എന്നുള്ള ലെവലിലായിരിക്കും അത് പുറത്ത് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. ഇതിനു ശേഷം സിബിൻ ഇനിയിപ്പോൾ പുറത്ത് വന്നതിന് ശേഷം എന്തൊക്കെയോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വീണ്ടും കൊടുക്കാൻ പോവുകയാണ് എന്നറിയുന്നു. ആ ഇൻ്റർവ്യൂയിലൂടെയൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇതിൻ്റെ ഇടയിൽ കൂടി സിബിൻ്റെ അച്ഛൻ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര വൈറലാവുന്നുണ്ട്. ആ സംഭവം ഇതിനിടയ്ക്കൂടെ മാറിക്കിടക്കണം. അപ്പം ഞാൻ അറിഞ്ഞ സാധനങ്ങൾ ഇത്രയാണ്. ഇപ്പോഴാണ് ഞാൻ കൺഫേംഡ് ആയിട്ട് സിബിൻ പുറത്തായി ഔട്ടായി എന്നുള്ള കാര്യം അറിയുന്നത്. അതിൻ്റെ പിന്നിൽ നടന്ന സംഭവം ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു. അത് തന്നെയാണ് മൂലകാരണം. സിബിൻ പുറത്താവാനുള്ള മൂലകാരണം ആ സാധനം തന്നെയാണ്. പുറത്തെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞു, അത് അറിയിച്ചു. അതിൻ്റെ പേരിൽ മീറ്റിംഗ് നടന്നു. അതിൻ്റെ അവസാനത്തിലാണ് ഈ പറഞ്ഞ പോലെ സിബിൻ പുറത്തായി എന്നുള്ള വാർത്തകൾ അറിയുന്നതും. ഇപ്പോൾ സിബിൻ പുറത്തായി എന്നുള്ള വാർത്ത കൺഫേംഡ് ആവണം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിബിൻ കൊച്ചിയിലെ എയർപോർട്ടിൽ എത്തുമെന്ന് അറിയാൻ പറ്റുന്നു. ബാക്കി വിവരങ്ങൾ സിബിൻ തന്നെ പറയട്ടെ. സിബിൻ പറയുന്നത് എനിക്കറിയില്ല എത്രത്തോളം ഇനി ഇതിനകത്ത് സത്യം വരും, സിബിൻ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യം ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ കാര്യം ഞാൻ അറിഞ്ഞത് കട്ടായം കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇതാണ് സത്യാവസ്ഥ. ഇനി ഇതിനകത്ത് എന്ത് നടന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും നമുക്കൊരു 80% കാര്യം കിട്ടി, ഒരു 20% കാര്യം കിട്ടാനാണ്. അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആ 10 പേർ കൂടിയിട്ടുള്ള മീറ്റിങ്ങിനകത്ത് എടുത്ത ഡിസിഷനാണ്. അതറിയില്ല എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് FB പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.